പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം കാണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 24-ാം സങ്കീർത്തനമാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യം. ഈ സങ്കീർത്തനത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുകയാകുന്നുവെങ്കിൽ വിശുദ്ധിയുടെ പാത എന്ന് നമുക്ക് പേരിടാവുന്നതാണ്. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന പദം കൊണ്ട് വിശുദ്ധ വേദപുസ്തകം അർത്ഥമാക്കുന്നത് നാം വ്യത്യസ്തരായിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചിരിക്കുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. നമ്മുടെ ജീവിത വിശുദ്ധി ആദ്യം നാം കാണിക്കേണ്ടത് ഭൂമിയോടുള്ള നമ്മുടെ മനോഭാവത്തിലാണ്. ദൈവം വളരെ മനോഹരമായി സൃഷ്ടിച്ചതായ ഈ ഭൂമി മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് കാക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും മറ്റുമായിട്ടാണ് മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നാം കണ്ടുവരുന്നത് മനുഷ്യൻ്റെ ചൂഷണത്തിന് വിധേയമായി ഭൂമിയുടെ ഭംഗി നഷ്ടപ്പെട്ട് പ്രകൃതിയുടെ താളം തെറ്റിയ ഒരവസ്ഥയിലാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒന്നും ശേഷിപ്പിക്കാതെ എല്ലാം ഈ തലമുറയിൽ തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയാണ് നാം കണ്ടുവരുന്നത്. ഭൂമി നമുക്ക് ആരാധിക്കുവാനുള്ളതല്ല, ഭൂമി നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ദൈവം നിർമ്മിച്ച് നൽകിയിരിക്കുന്നതാണ്. ഇതിൻ്റെ മനോഹാരിത നാം കാത്തു സൂക്ഷിക്കണം. ചിലർക്ക് ഭൂമിയോട് അമിത പ്രേമമാണ്. ഇവിടുത്തെ മണ്ണും മരവുമാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ. കുറേ അധികം ഇത് സമ്പാദിച്ചു കൂട്ടുക എന്നുള്ളതാണ് പലരുടെയും ലക്ഷ്യം. എന്നാൽ ഈ ഭൂമി അങ്ങനെ സമ്പാദിച്ചു കൂട്ടുവാനോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മാത്രം നമ്മുടെ മനസ്സുടക്കി ജീവിക്കുവാനോ ഉള്ളതല്ല. നമുക്കൊരു ആയുസ് തീർക്കുന്നതിന് വേണ്ടി ദൈവം നിർമ്മിച്ച് നൽകിയിരിക്കുന്ന മനോഹരമായ ഭൂമിയിൽ നമ്മുടെ കടമ നിർവഹിച്ച് നാം ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയുടെ ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. ഇവിടെ എനിക്ക് ലഭിക്കുന്നതായ വായുവും വെള്ളവും അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയുമൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഞാൻ എപ്പോഴും ഓർക്കേണ്ടതാണ്. അതെന്നെപ്പോലെ തന്നെ മറ്റുള്ള എൻ്റെ സഹോദരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നൊരു ബോധ്യം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ സമൂഹം കുറേ കൂടെ ശ്രദ്ധ ചെലുത്തിയെങ്കിൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് നമുക്ക് ഈ ഭൂമിയുടെ മഹത്വം മനോഹാരിത നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ തന്നെ ഇത് അറ്റുപോകുന്നൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമുക്കൊരു വ്യത്യാസമുണ്ടാകണം. ഇന്നായിരിക്കുന്ന വ്യത്യസ്തമായി ഒരു മനോഭാവം നമുക്ക് ഭൂമിയോടും അതിൻ്റെ ഭൂമിയുടെ പൂർണ്ണതയോടും ഉള്ള മനോഭാവത്തിൽ ഉണ്ടാകണം. രണ്ടാമതായിട്ട് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിത വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കേണ്ടത്, നാം കാട്ടേണ്ടത് നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അവകാശപ്പെട്ടവർ. നമ്മുടെ സഹോദരവർഗങ്ങൾ മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അവകാശമുണ്ട്. അവയെ നശിപ്പിക്കുക എന്നുള്ളതോ അവയെ കൊന്നെടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അവയിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടുക എന്നുള്ളതോ ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു കരുതൽ നമുക്കുണ്ടാകേണ്ടതാണ്. കാലം പുരോഗമിച്ചു, വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നാം അഭിമാനിക്കുന്നുവെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് ഇപ്പോൾ എത്രമാത്രം കോട്ടം സംഭവിച്ചിരിക്കുന്നു. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയിരിക്കുന്നു, ശാസ്ത്രീയമായിട്ടൊക്കെ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, ചൊവ്വയിലേക്ക് പോകുവാനായിട്ട് മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പുരോഗതി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിലും മനുഷ്യബന്ധങ്ങളിൽ ഇന്ന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നാം പോലും പലപ്പോഴും അന്യോന്യമുള്ള ബന്ധങ്ങളിൽ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. വയോജന മന്ദിരങ്ങളും അഗതി മന്ദിരങ്ങളുടെയൊക്കെ ഈ സംഖ്യ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുള്ള ഉത്തരവാദിത്വം മക്കൾ മറക്കുന്നു, സഹോദരങ്ങളുള്ള ഉത്തരവാദിത്വം സഹോദരങ്ങൾ മറക്കുന്നു. അങ്ങനെ ബന്ധങ്ങളിൽ വരുന്ന വീഴ്ചകളാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ അധികം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാര്യം. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ശുശ്രൂഷകരിന്ന് ലഭിക്കാതെ ഇരിക്കുന്നു. ആകെ ഒരു വീഴ്ച പറ്റിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം ചിന്തിച്ച് നോക്കേണ്ടതാണ്, നാം പുനർചിന്തനം നടത്തേണ്ടതാണ്. മൂന്നാമത് നമ്മുടെ വിശുദ്ധി നാം കാണിക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ വിശുദ്ധി ആന്തരികമായിരിക്കണം, അതുപോലെ തന്നെ ബാഹ്യവും വിശുദ്ധമായിരിക്കണം. ബാഹ്യ വിശുദ്ധി കൊണ്ട് മാത്രം നാം സംതൃപ്തരാകരുത്. ഏറ്റവും മേന്മയുള്ള സോപ്പ് ഉപയോഗിച്ചതുകൊണ്ടോ ഏറ്റവും മേന്മയുള്ള പെർഫ്യൂംസ് ഉപയോഗിച്ചതുകൊണ്ടോ നാം വിശുദ്ധരാകും എന്ന് വിചാരിക്കരുത്.
നമ്മുടെ ആന്തരിക രംഗം എങ്ങനെയിരിക്കുന്നു, അന്തരംഗം എങ്ങനെയിരിക്കുന്നു എന്ന് ദൈവം നോക്കുമ്പോൾ വിശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധിയുള്ള കൈ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് അഴിമതിയും അക്രമവും കരിഞ്ചന്തയും കൈക്കൂലിയും ഒക്കെ വർദ്ധിച്ചിരിക്കുമ്പോൾ ഈ വിശുദ്ധ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കേണ്ടതാണ്. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരായ നാം ഈ സമൂഹത്തിൻ്റെ ഒഴുക്കിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. നമ്മെ നിയന്ത്രിക്കുന്ന ഒരു വിശുദ്ധമായ ഹൃദയം, നമ്മെ നിയന്ത്രിക്കുന്ന വിശുദ്ധ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വെടിപ്പുള്ള കൈ, നമ്മുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധമാവുകയുള്ളൂ. പുറമേയുള്ള വിശുദ്ധി കൊണ്ട് മാത്രം നാം സംതൃപ്തരാകാം എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവനാണ് യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ കയറുവാനായിട്ട് അർഹതയുള്ളവൻ. അതുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു വിശുദ്ധ ഹൃദയം ഉണ്ടായിരിക്കണം. ആ വിശുദ്ധ ഹൃദയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന വിശുദ്ധ കരങ്ങളും ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യാക്കോബിൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഈ സങ്കീർത്തനക്കാരൻ പറയുവാൻ ശ്രമിക്കുന്നത്. വേദപുസ്തകത്തിൽ ഉടനീളം നാം പഠിക്കുകയാകുന്നുവെങ്കിൽ ഏറ്റവും അധികം പ്രാവശ്യം ദൈവത്തിൻ്റെ പേര് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് യാക്കോബിൻ്റെ പേരിനോട് കൂടെ ചേർത്താണ്. നാം ചിന്തിച്ച് നോക്കിയാൽ നമുക്കതിൽ അത്ഭുതം തോന്നാം. കാരണം എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലും വിശുദ്ധനല്ലാതെ ജീവിച്ച യാക്കോബിൻ്റെ പേരിനോടുകൂടി ചേർത്ത് എങ്ങനെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ, വിശുദ്ധനായ ദൈവത്തിൻ്റെ പേര് ചേർത്ത് പറയുവാൻ കാരണം? വേദപുസ്തകത്തിൽ ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിച്ച വ്യക്തിയുടെ ഉദാഹരണമായിട്ട് വേദപുസ്തകം പറയുന്നത് യാക്കോബിൻ്റെ പേരാണ്. കണ്ടുമുട്ടിയവരോടൊക്കെ പലതരത്തിൽ അക്രമവും കള്ളത്തരവും ഒക്കെ കാണിച്ചതായിട്ടുള്ള യാക്കോബ് ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലൂടെ ജീവിതം രൂപാന്തരപ്പെട്ടു ഒരു വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ്റെ ആ വിശുദ്ധ പ്രവേശനം കൊണ്ട്, അല്ലെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള അഭിമുഖം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വരുന്ന അവൻ്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? ഇന്നലെ വരെ തൻ്റെ ശത്രുവായി താൻ കരുതിയിരുന്ന തൻ്റെ സഹോദരനായ ഏശാവിനെ താൻ സ്നേഹിക്കുകയും ഏശാവിൻ്റെ മുഖം ഒരു ദൂതൻ്റെ മുഖം പോലെ എനിക്ക് തോന്നുന്നുവെന്ന് പറയത്തക്ക രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതുള്ള ഒരു കാര്യം, യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നലകളെ മറന്ന് പുതിയൊരവസ്ഥയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ സർവശക്തനായ ദൈവമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം വിശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ഒരു കർമ്മങ്ങൾ കൊണ്ടോ മറ്റ് യാതൊന്നുകൊണ്ടോ നാം നേടിയെടുക്കുന്നതല്ല ജീവിത വിശുദ്ധി എന്നാണ് ഈ വാക്യത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ എത്രമാത്രം പരാജയപ്പെട്ടു പോയവനും ദൈവകൃപയാൽ വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ നാം നേടിയെടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ജീവിത വിശുദ്ധി എന്നാണ്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള പ്രസ്താവനയിലൂടെ സങ്കീർത്തനക്കാരൻ പറയുവാനായിട്ട് നമ്മെ ഓർപ്പിക്കുന്നത്, ഈ സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ വാക്യം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. വാതിലുകൾ എങ്ങനെയാണ് തലകളെ ഉയർത്തുന്നത്? അതായത് ഈ ജീവിത വിശുദ്ധി നാം വളരേണ്ടതാണ്. ഒരിക്കലായി സംഭവിച്ച ഒരു വിശുദ്ധി കൊണ്ട് നാം സംതൃപ്തരായിട്ടിരിക്കുവാനായിട്ട് പാടില്ല. വീണ്ടും വീണ്ടും ജീവിത വിശുദ്ധിയിൽ നാം വളരേണ്ടതാണ്. ഞാൻ അങ്ങ് തികഞ്ഞു, ഞാൻ വിശുദ്ധനായി എന്ന് ചിന്തിച്ചുകൊണ്ട് ആർക്കും പിന്മാറാനായിട്ട് സാധിക്കില്ല. ഈ സങ്കീർത്തനത്തിൻ്റെയൊക്കെ പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം വേദപണ്ഡിതന്മാർ പറയുന്നത്, പണ്ട് യഹൂദ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ഇസ്രായേലിലെ ചെറിയ ചെറിയ പട്ടണങ്ങളിലൊക്കെ പട്ടണങ്ങൾ കോട്ടകൾക്കുള്ളിലായിരുന്നുവല്ലോ. കോട്ടകൾക്കുള്ളിലാണ് പട്ടണങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. രാജാക്കന്മാരും കൊട്ടാരവും ഒക്കെ കോട്ടകൾക്കുള്ളിലാണ്. അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഗേറ്റ് തുറന്നാണ് യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ കൊടി തോരണങ്ങളൊക്കെ മടക്കി കയ്യിൽ വെച്ചിരിക്കും. എന്നാൽ യുദ്ധം കഴിഞ്ഞ് അവർ മടങ്ങി വരുന്ന വിജയശ്രീലാളിതരായിട്ട് മടങ്ങി വരുമ്പോൾ ഈ കൊടി തോരണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അവർ വരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഇറങ്ങിയ കതകിലൂടെ തിരിച്ചു വരുമ്പോൾ ഉയർത്തിയ കൊടി തോരണങ്ങളും കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവർ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വാതിലുകൾ പൊളിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഈ വാതിലുകളൊന്നും പൊളിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല, ഇത് പുരാതന വാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ ഒരിക്കലും വിജയശ്രീലാളിതരായി അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ കോട്ടകൊത്തളങ്ങളുടെ വാതിലുകൾ പൊളിച്ചു കൊടുത്ത് വിജയശ്രീലാളിതരായി വരുന്ന രാജാവിനെയും സൈന്യത്തെയും അകത്തേക്ക് സ്വീകരിക്കുന്നതിന് പ്രതീകമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ,
പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതുകൊണ്ട് ജീവിത വിശുദ്ധി എന്നുള്ളത് ഒരിക്കലായി സംഭവിച്ച ഒരു കാര്യമെന്ന് വിചാരിച്ച് അടഞ്ഞ മനസ്സോടുകൂടെ ഇരിക്കുന്നതിനല്ല. ജീവിത വിശുദ്ധി വിശുദ്ധ വേദപുസ്തകത്തിലൂടെയുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെയും ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇടപെടലുകളായിട്ട് മനസ്സിലാക്കുന്നതിനും ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ സ്വീകരിക്കുന്നതിന് കൂടുതൽ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതാണ്. ഈ വിശുദ്ധിയിൽ നാം വളർന്നു വരേണ്ടതാണ്. അടഞ്ഞ മനസ്സോടുകൂടി വിശുദ്ധരായിട്ടിരിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് 24-ാം സങ്കീർത്തനം വളരെ ചിന്തദീപമായ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം, നിങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തരായിരിക്കണം. ഏതൊക്കെ മേഖലകളിലാണ് വ്യത്യസ്തരായിരിക്കേണ്ടത്? ഒന്ന്, ഭൂമിയോടും അതിൻ്റെ പൂർണ്ണതയോടുമുള്ള ബന്ധത്തിൽ നാം വ്യത്യസ്തരായിരിക്കണം. രണ്ട്, ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യരോടുള്ള, സഹോദരങ്ങളോടുള്ള, സഹജീവികളോടുള്ള ബന്ധത്തിൽ നാം വ്യത്യസ്തരായിരിക്കണം. മൂന്നാമത്, നമ്മുടെ അന്തരംഗം വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായ അന്തരംഗമുള്ളവർക്ക് മാത്രമേ വിശുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാം വിശുദ്ധരായിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാം നേടിയതല്ല. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം വിശുദ്ധരാകുന്നത് എന്നെപ്പോഴും വിനയത്തോടുകൂടി നാം ഓർക്കണം. ഏറ്റവും ഉപരിയായി ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവിക ഇടപെടലുകളായിട്ട് തിരിച്ചറിയുന്നതിനും അവയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ വീണ്ടും വീണ്ടും തുറന്നു കൊടുത്ത് വിശുദ്ധനായ ദൈവത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരുന്നതിന് നമുക്ക് സാധിക്കുകയും വേണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി, വ്യത്യസ്തരായി, വിശുദ്ധരായി ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ. അരുതാത്തതൊന്നും ചെയ്തില്ല നാഥൻ അനവധി നിന്ദകൾ പകരമായി അരുതാത്തതൊന്നും ചെയ്തില്ല നാഥൻ അനവധി നിന്ദകൾ പകരമായി അരുമയോടെന്നെ ചേർക്കുവാനായി കുരിശിൻ വഴിയിൽ നീ ഏകനായി അതിരുകളിൽ
നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാ മലമുകളിൽ അപരാധമെല്ലാം മുറിവുകളായി ആത്മനാഥ നീ ആശ്വാസമായി അപരാധമെല്ലാം മുറിവുകളായി ആത്മനാഥ നീ ആശ്വാസമായി നിന്നിണം ചിന്തി എന്നുകം പേറി എൻ പാപപീഠകൾ സൗഖ്യമായി അതിരുകളില്ലാത്ത നോവുകളേകി ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാ മലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാ മലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാ മലമുകളിൽ